തുലാസ് തിന്ന എലി. പണ്ട് ഒരിടത്ത് ജീർണധനൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു. ഒരിക്കൽ കച്ചവടത്തിൽ അയാൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു. ഇനി എന്തു ചെയ്യും? നാടുവിടാം, അല്ലാതെ വഴിയില്ല. ജീർണധനന്റെ കയ്യിൽ പാരമ്പര്യമായി കിട്ടിയ ഒരു വലിയ തുലാസുണ്ടായിരുന്നു. ഇതുമാത്രമാണ് ഏക സമ്പാദ്യം. ഇതു പണയം വെച്ച് ഇത്തിരി പണം വാങ്ങി യാത്രയാകാം. അയാൾ തുലാസുമായി ലക്ഷ്മണൻ എന്ന വ്യാപാരിയുടെ അടുത്തെത്തി. "ചെങ്ങാതി, ഞാൻ ഒരു യാത്ര പോവുകയാണ്. ഇതാണ് ആകെ സമ്പാദ്യം. പണയം എടുത്ത് സഹായിക്കണം." "അതിനെന്താ, തന്നോളൂ." എന്നിട്ട് അയാൾ യാത്ര പോയി. ഉഗ്രൻ തുലാസ് തന്നെ. കുറെ കാലം കടന്നുപോയി. ജീർണധനൻ അല്പം പണം സമ്പാദിച്ചതിനു ശേഷം തിരികെ വന്നു. ലക്ഷ്മണനെ വിളിച്ച് തന്റെ തുലാസ് തിരികെ ചോദിച്ചു. പക്ഷേ എന്തു പറയാനാ ചെങ്ങാതി, തന്റെ തുലാസ് എലി തിന്നു. "ഞേ." ജീർണധനന് തട്ടിപ്പ് മനസ്സിലായി. പക്ഷേ അയാൾ പുറത്തു കാണിച്ചില്ല. "ഹും, സാരമില്ല. അത് താങ്കളുടെ കുറ്റമല്ലല്ലോ. വിധി. ഞാൻ പോകട്ടെ. പോകും മുമ്പ് എനിക്ക് പുഴയിൽ കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വസ്ത്രം സൂക്ഷിക്കാൻ ആരുമില്ല. താങ്കളുടെ മകനെ എൻ്റെ കൂടെ വിടുമോ?" "അതിനെന്താ?" ജീർണധനൻ അയാളുടെ മകനുമായി പുഴയിൽ പോയി കുളിച്ചു. എന്നിട്ട് മകനെ അടുത്തൊരു ഗുഹയിൽ കയറ്റി വാതിൽ കല്ലുകൊണ്ടടച്ചു. "ഹേയ്, എൻ്റെ മകനെവിടെ?" "അത് കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാ. അവനെ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി." ലക്ഷ്മണൻ കോപിഷ്ഠനായി. "മനുഷ്യനെ പരുന്ത് റാഞ്ചുമോ? നുണ. എങ്കിൽ എൻ്റെ തുലാസ് താ, മകനെ തരാം." കലി തുള്ളിയ ലക്ഷ്മണൻ ന്യായാധിപന്റെ മുന്നിലെത്തി. "അങ്ങുന്നേ, ഇതാണ് സംഭവം." ന്യായാധിപൻ ചോദിച്ചു. "ഇയാളുടെ കുട്ടിയെവിടെ?" "അത് പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി ഏമാനെ." ന്യായാധിപന് ദേഷ്യം വന്നു. "കള്ളം. ഒരിക്കലും പരുന്ത് കുട്ടിയെ റാഞ്ചില്ല." "റാഞ്ചും. ഇരുമ്പു തുലാസ് എലി തിന്നുന്ന നാട്ടിൽ പരുന്ത് മനുഷ്യനെ റാഞ്ചും." ന്യായാധിപന് കാര്യം പിടികിട്ടിയില്ല. അദ്ദേഹം കാര്യം തിരക്കി. "ഏമാനെ, ഞാൻ ആദ്യം മുതൽ പറയാം." ജീർണധനൻ കഥയെല്ലാം പറഞ്ഞു. അതോടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. "ഹ ഹ ഹ." "ലക്ഷ്മണ, ഉടനെ ഇയാളുടെ തുലാസ് വേഗം തിരികെ നൽകൂ." ഗത്യന്തമില്ലാതെ ലക്ഷ്മണൻ തുലാസ് തിരികെ നൽകി. ജീർണധനൻ കുട്ടിയെയും തിരികെ നൽകി. ആനകളും മുയലുകളും. ഒരിക്കൽ കാട്ടിൽ വരൾച്ച വന്നപ്പോൾ ആനക്കൂട്ടം പുതിയൊരു സ്ഥലത്തേക്ക് യാത്രയായി. ഒടുവിൽ അവർ പുതിയൊരു തടാകം കണ്ടെത്തി. "ഹയ്യ, എല്ലാവരും ഇഷ്ടം പോലെ കുടിച്ചോളൂ." വൈകാതെ ആനക്കൂട്ടം സന്തോഷത്തോടെ മടങ്ങി. പക്ഷേ "അയ്യോ, എൻ്റെ വീടു തകർന്നു." "എന്റെയും." "അവിടെ താമസിച്ചിരുന്ന മുയലുകളായിരുന്നു അത്." "നമ്മൾ ഇനി എന്തു ചെയ്യും? ഇവർ ഇനിയും വരും. നമ്മളെല്ലാം മരിക്കും." അവർ ആലോചിച്ചു. ഒടുവിൽ രാജാവ് പറഞ്ഞു, "ഈ തടാകം ചന്ദ്രദേവന്റെയാണെന്ന് അവരെ വിശ്വസിപ്പിച്ചാൽ പിന്നെ അവർ വരില്ല." ശരിയാ." അതിനായി ലംബകർണൻ എന്ന മുയലിനെ ചുമതലപ്പെടുത്തി. ലംബകർണൻ മിടുക്കനായിരുന്നു. അവൻ നേരെ ആനക്കൂട്ടത്തിനടുത്തു ചെന്നു. "ആനക്കൂട്ടമേ, മേലിൽ ആ തടാകത്തിൽ ഇറങ്ങരുത്, കേട്ടല്ലോ." ആനക്കൂട്ടത്തിന് അത്ഭുതമായി. "ഇത്തിരി പോന്ന ഇവൻ കൽപ്പിക്കുന്നു. ഇത് പറയാൻ നീ ആരാ മുയലേ?" "ഞാൻ ചന്ദ്രദേവന്റെ കൂടെ താമസിക്കുന്നവനാണ്." "ഓഹോ, എങ്കിൽ ഈ ചന്ദ്രദേവൻ ഇപ്പോഴെവിടെയുണ്ട്?" "അദ്ദേഹം ഇപ്പോൾ തടാകത്തിലുണ്ട്. വരൂ." ലംബകർണൻ അവരെ കൂട്ടി തടാകത്തിലെത്തി. അപ്പോൾ രാത്രിയായിരുന്നു. "നോക്ക്, അതാ ദേവൻ." "രാത്രിയായതിനാൽ ദേവൻ ധ്യാനത്തിലാണ്. തൊഴുത് മാപ്പു പറഞ്ഞ് മടങ്ങിക്കോളൂ." ആനകൾ തൊഴുതിട്ട് മടങ്ങിപ്പോയി. മുയലുകൾ തുള്ളിച്ചാടി. വിചിത്രവരം. ഒരു പട്ടണത്തിൽ മന്ദരകൻ എന്നൊരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ തറിയിൽ മുണ്ടു നെയ്യുകയായിരുന്നു.
പെട്ടെന്ന് ക്രാക്ക്! അയ്യോ, തറി ഒടിഞ്ഞല്ലോ. ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. കാട്ടിൽ പോയി മരം മുറിച്ച് പുതിയൊരു തറി ഉണ്ടാക്കാം. നെയ്ത്തുകാരൻ ഭാര്യയോട് പറഞ്ഞ് കാട്ടിലേക്ക് തിരിച്ചു. കാട്ടിലെത്തിയ നെയ്ത്തുകാരൻ നല്ല ഒരു അശോകമരം കണ്ടു. ഉഗ്രൻ മരം, ഇതുകൊണ്ട് തറി ഉണ്ടാക്കാം. മരം വെട്ടുകാരൻ ആഞ്ഞു വെട്ടിയതും അയ്യോ, അരുതേ! മന്ദരകൻ ചുറ്റും നോക്കി. ഞാനാണ് സംസാരിച്ചത്. ഈ മരം വെട്ടരുതേ. എൻ്റെ താമസ സ്ഥലമാണിത്. അയ്യോ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ തറി പണിയാനായിരുന്നു ഇത്. അതിനെന്താ, ഞാൻ നിങ്ങൾക്ക് വരം നൽകും. പിന്നെ സുഖമായി കഴിയാമല്ലോ. ശരി, പക്ഷേ എന്തു ചോദിക്കണമെന്ന് ഭാര്യയോട് ചോദിച്ചിട്ട് വരാം. തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടും വഴി അയാൾ കൂട്ടുകാരൻ ക്ഷുരകനെ കണ്ടു. അയാൾ കാര്യമറിഞ്ഞതും ഇത്രയുള്ളോ, ഒരു രാജ്യത്തെ രാജാവാകണമെന്ന് പറഞ്ഞാൽ പോരെ? അതു കൊള്ളാം, എന്നാലും വീട്ടുകാരോട് ചോദിച്ചേക്കാം. അയാൾ ഓടി വീട്ടിലെത്തി. രാജാവാകാനോ? ഛേ, അതൊക്കെ പുലിവാല. മനസ്സമാധാനമുണ്ടാകില്ല. യുദ്ധം, മരണം. ഹോ! മക്കൾ പോലും രാജാവിനെ വധിച്ച് അധികാരം പിടിക്കാൻ നോക്കും. ശെടാ, പിന്നെ എന്തു ചെയ്യും? ഞാനൊരു സൂത്രം പറയാം. മുന്നിലും പിന്നിലും ഓരോ തറി വെച്ച് നെയ്താൽ ഇരട്ടി മുണ്ട് നെയ്യാം. അപ്പോൾ ഇരട്ടി പണം കിട്ടും. വേഗം ധനികരാകാം. അതു കൊള്ളാം. പക്ഷേ 2 തറി വെച്ച് എങ്ങനെ നെയ്യും? രണ്ടു കൈകളും ഒരു മുഖവും കൂടി ഉണ്ടാകാൻ വരം ചോദിച്ചാൽ പോരെ മനുഷ്യ? കൊള്ളാം. നെയ്ത്തുകാരൻ വേഗം തിരിഞ്ഞോടി. കാട്ടിലെ അശോക ചുവട്ടിൽ ചെന്ന് നെയ്ത്തുകാരൻ ഭാര്യ പറഞ്ഞ വരം ചോദിച്ചു. ശരി, അങ്ങനെ സംഭവിക്കട്ടെ. അടുത്ത നിമിഷം നെയ്ത്തുകാരൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി. പക്ഷേ അയ്യോ, രാക്ഷസൻ! അടിക്കവനെ! നാട്ടുകാർ ഒന്നടങ്കം നെയ്ത്തുകാരനെ ആക്രമിച്ചു. രക്ഷിക്കണേ! അങ്ങനെ അയാൾക്ക് നാട് വിടേണ്ടി വന്നു.